ആലപ്പുഴ അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണ മേഖലയിലെ ഗതാഗത പ്രതിസന്ധിയിൽ ജനകീയ സമിതിയുടെ ഹൈവേ സമരം തുടങ്ങി. ചന്ദ്രൂർ പാലത്ത് നിന്ന് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു. ചന്ദ്രൂരിൽ ഉച്ചവരെ വ്യാപാരികൾ കടകൾ അടച്ചിടും. നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഈ പ്രതിഷേധം കുറച്ച് ദിവസത്തിന് മുൻപ് വരെ നടക്കുന്നുണ്ട്. അതിപ്പോൾ രൂക്ഷസ്ഥിതിയിൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ്. വലിയ പ്രതിഷേധമാണ്. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വലിയ ജനകീയ പ്രതിഷേധമാണ് ഇപ്പോൾ അരൂരിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അടക്കം ഈ കാര്യത്തിൽ ഇടപെട്ടിരുന്നു. കാരണം വലിയ യാത്രാ ദുരിതം ആളുകൾക്കുണ്ടാവുന്നു. തുറവൂര് മുതൽ അരൂര് വരെ മണിക്കൂറുകൾ എടുത്ത് വേണം സഞ്ചരിക്കാൻ. ഇക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെ സ്വമേധയാ ഹൈക്കോടതി ഇടപെട്ടിരുന്നു. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. വലിയ ദുരിതം തന്നെയാണ് യാത്രക്കാർക്ക്, ഒപ്പം തന്നെ കാൽനട യാത്രക്കാർക്ക്, അവിടുത്തെ കച്ചവടക്കാർക്ക്, നാട്ടുകാർക്ക് ഒക്കെ ഉണ്ടാകുന്നത് വലിയ ദുരിതമാണ്. മാത്രമല്ല, കൃത്യമായ രീതിയിൽ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ്, വേണ്ട നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് ഇത്തരത്തിൽ ഉയരപ്പാത നിർമ്മാണം നടക്കുന്നത് എന്നാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. എന്തായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധം ആളുകളിൽ നിന്നൊക്കെ ഉയർന്നിരുന്നു. കാൽനട യാത്രക്കാർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം, സ്കൂളിൽ പോകുന്ന കുട്ടികളടക്കം തെന്നി വീഴുന്ന സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, കടകളൊക്കെ തുറന്നിട്ട് മാസങ്ങളായി എന്നും ആളുകൾ പറയുന്നുണ്ട്. കടകൾ തുറന്നു കഴിഞ്ഞാൽ കടകളിലേക്ക് ചെളിയടക്കം തെറിച്ചു കയറുന്ന അവസ്ഥ, കാൽനട യാത്രക്കാർ തെന്നി വീഴുന്നു, ഒപ്പം ഇരുചക്ര വാഹനത്തിൽ പോകുന്നവർക്ക് അപകടം സംഭവിക്കുന്നു. ആ രീതിയിലൊക്കെ വലിയ ഒരു കഷ്ടപ്പാട് തന്നെയാണ് ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഈ ജനകീയ പ്രതിഷേധത്തിനൊക്കെ കാരണമായിരിക്കുന്നതും. എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോഴും അരൂരിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അമിക്കസ് ക്യൂറി നൽകിയ റിപ്പോർട്ടിൽ കാൽനട യാത്രക്കാർക്ക് 1.5 മീറ്റർ വീതിയിൽ ഇരുവശവും ഗതാഗത യോഗ്യമായ പാത ഉണ്ടാക്കണം. ഒപ്പം തന്നെ നല്ല രീതിയിൽ റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനൊപ്പം തന്നെ യാത്രക്കാർക്ക് പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കണം. കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ജനകീയ പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുകയാണ്. രജനി. ശരി നിഷ.